എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു പോലീസ് ആവണം എന്നായിരുന്നു ആഗ്രഹം. കാരണം വേറൊന്നുമല്ല, പോലീസാവുമ്പോൾ ആരടിച്ചാലും തിരിച്ചിടിക്കില്ല. അപ്പോൾ പോലീസുകാർക്ക് അല്ലെങ്കിൽ പേടിയാൻ. പക്ഷേ എൻ്റെ ആഗ്രഹം മാറ്റിമറിച്ചത് ഞാൻ സിനിമകൾ കാണാൻ തുടങ്ങിയപ്പോഴാണ്. കാരണം സിനിമാടന്മാർ പോലീസുകാർ വെറുതെ നിഷ്പ്രയാസം പിടിച്ച് താഴ്ത്തണേ. അപ്പോൾ സിനിമാ നടന്മാർക്കാർക്ക് പവർ കൂടുതലെന്ന് എനിക്കന്ന് മനസ്സിലായി. പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളിൽ സിനിമാ നടനാകണം എന്നൊരാഗ്രഹമില്ലായിരുന്നു. കാരണം എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് ഒരു 4-5 വയസ്സുള്ള സമയത്ത് എനിക്ക് ചില തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. കാരണം ഞാൻ സിനിമ കണ്ടു തുടങ്ങിയത് വീട്ടിലെ ആ ചെറിയ ടി വിയിലാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ സിനിമാ നടന്മാരെന്ന് പറഞ്ഞാൽ ഈ ടി വിയുടെ ഉള്ളിൽ ജീവിക്കുന്ന കുഞ്ഞു കുഞ്ഞു മനുഷ്യരാണ്. നമ്മൾ ഓൺ ചെയ്യുമ്പോഴാണ് അവർ വന്ന് പരിപാടി അവതരിപ്പിക്കുന്നത്. പക്ഷേ എൻ്റെ ഈ തെറ്റിദ്ധാരണ എന്നെ നയിച്ചത് വലിയൊരു അബദ്ധത്തിലേക്കാണ്. ഒരു ദിവസം ഞാൻ രാവിലെ ടി വി കണ്ടുപിടിക്കണേ. അപ്പോൾ അമ്മ എനിക്ക് പുട്ടും കടലയും ഉണ്ടാക്കുന്നത്, ഞാൻ പുട്ടും കടലയും കഴിച്ചുകൊണ്ടാണ് ടി വി കാണുന്നത്. അപ്പോൾ ടി വിയിൽ സൂര്യമാനസ സിനിമ, നമുക്കുള്ള സൂര്യമാനസ സിനിമ കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് അമ്മക്ക് പറയുന്നുണ്ട്, അമ്മേ എനിക്ക് വിശക്കണ് പുട്ട് താന്ന് പറയും. അപ്പോൾ എനിക്കങ്ങനെ സങ്കടമായി. ഞാൻ കഴിച്ച പുട്ട് ഒരു പിടി വാരെടുത്തിട്ട് ആ ടി വിയുടെ ഹോളിക്കൂടെ ഇട്ടാണ്ട് കൊടുത്തു. അപ്പോൾ ടി വിയുടെ ഉള്ളിൽ നിന്നൊക്കെ പുകയൊക്കെ വന്നു. സൗണ്ട് കേട്ട് അപ്പനോടി വന്നു. അപ്പം ചോദിച്ച് എന്താടാ ടി വിയിൽ നിന്ന് പുകയൊക്കെ വന്നെ? ഞാൻ പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി ഒരു പടത്തിൽ ബോംബ് പൊട്ടിച്ചാണ്, അതിൻ്റെ പുകയാണ് വന്നത്, അതാണ് വന്നത്. പക്ഷേ ബോംബ് പൊട്ടനേക്കാളും കൂടുതൽ നല്ല പൊട്ടിക്കില്ല. അപ്പം എനിക്കിട്ട് പൊട്ടിച്ചപ്പോൾ എനിക്ക് വെളിവ് വന്നു. അപ്പോൾ മനസ്സിലായി സിനിമാടന്മാർ നമ്മളെപ്പോലെ മനുഷ്യരാണ്. അങ്ങനെ ഒരു 10-12 വയസ്സായപ്പോൾ എനിക്ക് സിനിമയിൽ കയറണം, സിനിമാടനാണെന്നുള്ള മുഖം വന്നു. പക്ഷെ അത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് സിനിമയിൽ കയറുന്നത് അന്വേഷിച്ചിരുന്നത്. പക്ഷെ എല്ലാവരും എങ്ങനെ സിനിമയ്ക്ക് കയറണമെന്ന് മാത്രമേ പറഞ്ഞില്ല, സിനിമയിൽ എങ്ങനെ കയറുന്ന പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നീ സിനിമയിൽ കയറാൻ 2 വഴിയുള്ളത്. ഒന്നെങ്കിൽ മിമിക്രി പഠിക്കുക, അല്ലെങ്കിൽ നാടകം പഠിക്കുക. 2 മേഖലയിൽ കൂടി എനിക്ക് കയറാൻ പറ്റും. ഞാൻ നോക്കിയപ്പോൾ മിമിക്രിയാണ് നമുക്ക് പറ്റിയ പരിപാടി. ഞാനങ്ങനെ നമ്മുടെ പഴയ ജയറാമേട്ടൻ്റെ പഴയ ഗൾഫ് പ്രോഗ്രാമിൻ്റെ CD ഒക്കെ എടുത്തിട്ട് കണ്ട്, കാസറ്റ് ഒക്കെ ഇട്ട് കാണാൻ. അപ്പോൾ ജയറാമേട്ടൻ ഒരുപാട് പേരെ അനുകരിക്കുന്നുണ്ട്. കമൽഹാസൻ, പ്രേം നസീർ, KPM. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയത് സുരേഷ് ഗോപിയാണ്. അപ്പോൾ ഞാൻ സുരേഷ് ഗോപിനെ അനുകരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ചെയ്താൽ എനിക്ക് ചെറിയ ചമ്പലുള്ളതുകൊണ്ട് ഞാൻ വീട്ടിലെ ഒരു മുറിക്കകത്ത് നിന്ന് വാലടച്ച് എൻ്റെ കണ്ണാടും ബീപ്പോൾ ഇങ്ങനെ നിന്ന് സുരേഷ് ഗോപിങ്ങനെ ആവാഹിക്കണേ. പക്ഷേ എൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ പാടില്ലാതെ കിടക്കുന്ന അപ്പൂപ്പനുണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ കണ്ണാട് മുമ്പിൽ പെട്ടെന്നുള്ള ആവശ്യമായിട്ട് പാപ്പൂല്ലേ ഞങ്ങളുടെ പറഞ്ഞത്. അപ്പൂപ്പൻ ഞെട്ടി എണീറ്റ് വിസിലടിച്ച്. ആ സംഭവം വർക്കൗട്ടായി. അപ്പൂപ്പൻ വിസിലടിച്ച്. സത്യത്തിൽ അപ്പൂപ്പൻ വിസിലടിച്ചല്ല, അപ്പൂപ്പൻ ഇതായിട്ട് ഞെട്ടി അന്ത്യശ്വാസം വെച്ച് അപ്പൂപ്പൻ കാഞ്ഞ്. അങ്ങനെ അപ്പൂപ്പൻ്റെ മരണവും എൻ്റെ മിമിക്രിക്കാരൻ്റെ ജനനവും ഒരുമിച്ചായിരുന്നു. പിന്നീട് നാട്ടിൽ കിട്ടുന്ന വേദികളൊക്കെ വലിഞ്ഞു കയറി ഞാൻ മിമിക്രി കാണിക്കും. അങ്ങനെ മിമിക്രി കാണിച്ച് ഒരു 10 വയസ്സായപ്പോൾ എനിക്ക് തോന്നി പ്രൊഫഷണലാക്കണം. അങ്ങനെ ഞാൻ ഞങ്ങളുടെ കൊച്ചിയിലുള്ള ഒരു കോർഡിനേറ്റർ ചെന്ന് കണ്ട്, മിമിക്രി ട്രൂപ്പ് കോർഡിനേറ്റർ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ശബ്ദമൊക്കെ അനുകരിക്കും സിനിമാടന്മാരുടെ, ഞാൻ ഈ സൗണ്ടൊക്കെ ചെയ്യും, അപ്പോൾ എന്നെ ഒന്ന് ട്രൂപ്പിൽ ചേർക്കണം. പുള്ളി പറഞ്ഞ് ശരി എടുത്തേക്കാന്ന് പറഞ്ഞ് പുള്ളി അടുത്ത പോകാൻ എന്നെ വിളിച്ച് കൊണ്ടുപോയി. പക്ഷേ പുള്ളി എന്നെ കൊണ്ട് സ്റ്റാർ ചെയ്യിക്കുക, സ്കിറ്റ് ചെയ്യിക്കുക ഒന്നും ചെയ്യില്ല. പുള്ളി എന്നെ കട്ടം കെട്ടാനും ബോക്സ് ചുമക്കാനും മൈക്ക് കൊണ്ട് എടുത്തിച്ചു കൊടുക്കാനും. ഞാൻ പ്രോഗ്രാമിൽ ചേട്ടാ എന്ത് പണി ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഒരു അവസരം ചോദിച്ചിട്ട് ചേട്ടൻ എന്നെ കൊണ്ട് ഈ പണിയെടുപ്പിക്കണം. പുള്ളി പറഞ്ഞു, മോനെ നിന്നെ സെലക്ട് ചെയ്ത് നിൻ്റെ കഴിവ് കണ്ടിട്ടല്ല, നിൻ്റെ ഈ പൊക്കവും മണ്ണോ കണ്ടിട്ടാണ്. എനിക്കൊരു പണിക്കാരൻ ആവശ്യം വന്നു, അതുകൊണ്ട് നിന്നെ എടുത്ത്. അങ്ങനെ ഞാൻ പതുക്കെ ആ ട്രൂപ്പിൽ സ്കൂട്ടായി.